നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് എല്ലാം അവസാനിച്ചുവെന്ന് പാകിസ്ഥാൻ കരുതുന്നെങ്കിൽ തെറ്റി. പാകിസ്ഥാനുള്ള പണി ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരറ്റത്തുനിന്ന് വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാന്റെ അതിർത്തികൾ ഭേദിച്ചെത്തി പല തലകളും ഇന്ത്യ എടുക്കും. ഇന്ത്യക്കെതിരെ വാളെടുക്കുന്ന പാക് ഭീകരർ ഇനിയിപ്പോൾ അസിം മുനീറിന്റെ ചിറകിനടിയിലാണെങ്കിൽ അവിടെ കയറി തീർത്തിരിക്കും എന്നുള്ള തീപ്പൊരി അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതായത് ഒരു തരത്തിലും ഇനി പാകിസ്ഥാന് മാപ്പില്ല. പാകിസ്ഥാൻ ഇനി ഒരു ദയ പോലും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് കട്ടായം പറയുകയാണ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. ഡച്ച് മാധ്യമമായ NOSന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഓപ്പറേഷനിൽ സുവ്യക്തമായൊരു സന്ദേശമുണ്ട്. അതായത് ഏപ്രിൽ 22-ന് നാം കണ്ട വിധത്തിലുള്ള പ്രവൃത്തികൾ ഇനിയുണ്ടായാൽ അതിന് നേർക്ക് പ്രതികരണമുണ്ടാകും. നാം ഭീകരവാദികളെ ആക്രമിക്കും, ജയശങ്കർ വ്യക്തമാക്കി. ഭീകരവാദികൾ പാകിസ്ഥാനിലാണെങ്കിൽ അവർ എവിടെയാണോ അവിടെ വെച്ച് ആക്രമിക്കുമെന്നും ജയശങ്കർ മുന്നറിയിപ്പ് കൊടുത്തു. ഓപ്പറേഷൻ തുടരുന്നതിനകത്തൊരു സന്ദേശമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ തുടരുന്നു എന്നത് പരസ്പരം വെടിയുതിർക്കുന്നതിന് സമാനമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മതത്തെക്കുറിച്ചുള്ള അതിതീവ്രമായ വീക്ഷണം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ സ്വാധീനിച്ചിരുന്നുവെന്നും ജയശങ്കർ ആരോപിച്ചു. വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കാനും വർഗീയ കലാപം സൃഷ്ടിക്കാനും ലക്ഷ്യത്തോടെയാണ് പഹൽഗാം ആക്രമണം നടന്നത്. മതം എന്നൊരു ഘടകം കൂടി ഉൾപ്പെടുത്തപ്പെട്ടു. മതപരമായി അതിതീവ്ര കാഴ്ചപ്പാടുള്ളയാളാണ് പാകിസ്ഥാൻ സൈനിക മേധാവി. ചിലർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കും, ജയശങ്കർ പറഞ്ഞു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെടാനിടയായ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് മെയ് 7-ാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിവെച്ചത്. അതായത് തുടങ്ങിവെക്കുകയായിരുന്നു, ഇതുവരെ അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകരവാദം എന്ന് അവസാനിക്കുന്നോ അന്ന് ഓപ്പറേഷൻ സിന്ദൂറും അവസാനിക്കും. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞുകൊണ്ട് ഭീകരവാദത്തിന്റെ തല പിളർക്കും എന്ന സന്ദേശം പാകിസ്ഥാന് കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് പാക് സൈന്യം ഇന്ത്യക്ക് നേരെ ആക്രമണം തുടങ്ങിവെച്ചു. അത് തീക്കളിയായിരുന്നു. തിരിച്ചങ്ങോട്ട് ഇന്ത്യ കൊടുത്ത ഓരോ അടിയും പാകിസ്ഥാന്റെ നട്ടെല്ല് തകർക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ ജയശങ്കർ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത്. പാകിസ്ഥാനിൽ എവിടെയാണോ ഭീകരർ ഇരിക്കുന്നത് അവിടെ കയറി തീർക്കും എന്ന് ജയശങ്കർ പറയുമ്പോൾ അജ്ഞാതൻ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലായി അജ്ഞാതർ ഇറങ്ങി പല തലകളും എടുത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടും ഇപ്പോൾ വീണ്ടും അജ്ഞാതൻ തല പൊക്കിയിട്ടുണ്ട്. ലഷ്കർ ഭീകരരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തെ വിറപ്പിക്കുന്ന പാക് ഭീകര കേന്ദ്രങ്ങളെ അടിമുടി തകർത്തെറിയുന്ന അജ്ഞാതൻ അത് ഇന്ത്യ തന്നെ ഇറക്കിയ ആളാണോ എന്നുള്ള ഒരു ചോദ്യം, ആ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജയശങ്കർ പക്ഷേ അജ്ഞാതനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പാകിസ്ഥാനിൽ പലയിടത്തായി ഇറങ്ങി പല തലകളും എടുക്കുന്ന അജ്ഞാതന്റെ വാർത്തകൾ വരുമ്പോൾ പാകിസ്ഥാൻ സ്ഥിരം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യക്ക് നേരെയാണ്. പക്ഷേ ഇന്ത്യ ഇതിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്തായാലും അജിത് ഡോവലിന്റെ ചുണക്കുട്ടികൾ തന്നെയാണോ ഈ അജ്ഞാതർ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും പാകിസ്ഥാന് കൂടുതൽ പണികൾ കൊടുക്കാനുള്ള നീക്കം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ സൈന്യത്തെയും പാക് ഭരണകൂടത്തെയും വിറപ്പിച്ചിരുന്നു ഇന്ത്യൻ ആയുധങ്ങൾ. ഒരിക്കലും ഇന്ത്യയുടെ സൈനിക കരുത്തിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ട ഓപ്പറേഷൻ കൂടിയായിരുന്നു സിന്ദൂർ. ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. ദൂരപരിധി കൂടിയ ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി രാജ്യം മുൻപോട്ട് പോകുകയാണ്. മിസൈലിന്റെ ദൂരപരിധി 800 കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രതിരോധ ഗവേഷകർ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പും വികസന ഘട്ടത്തിലാണ്. 290 മീറ്ററാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി. 2016-ൽ ദൂരപരിധി 400 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ഇത് 800 കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ്
വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ്. നിലവിൽ സുഖോയ് 30 MKIയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭാരം കുറവായതിനാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസിലും ഘടിപ്പിക്കാനാകും. സുഖോയിൽ നിന്നുള്ള ബ്രഹ്മോസുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ ഇന്ത്യ തകർത്തത്. സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. ഏകദേശം 2.8 മാക്ക് വേഗത്തിൽ സഞ്ചരിക്കും. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ NPOയും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. ഇതിനായി ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കോവ എന്നീ 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത്. ബ്രഹ്മോസിനെ കൂടുതൽ പരിഷ്കരിക്കാൻ പോകുകയാണ് ഇന്ത്യ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാന്റെ നെഞ്ച് പിളരുകയാണ്. അല്ലെങ്കിൽ തന്നെ ആകാശും നാഗും ഒക്കെ തന്നെ പാകിസ്ഥാൻ്റെ വേരറുത്തതാണ് അവിടെ കയറി ചെന്ന്. ഇനിയിപ്പോൾ ബ്രഹ്മോസ് കൂടി അതിൻ്റെ പുതിയ പരിഷ്കരിച്ച വേർഷൻ കൂടി പുറത്തേക്ക് വരുമ്പോൾ അതും ഞങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണല്ലോ എന്നായിരിക്കും പാകിസ്ഥാൻ വിറളി പിടിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സാധ്യമായ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വീണ്ടും അറിയിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്ക് സൗദി അറേബ്യ ഒരു നിഷ്പക്ഷ വേദിയായി പ്രവർത്തിക്കണമെന്ന് ഷഹബാസ് പറഞ്ഞതായി ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു നിഷ്പക്ഷ രാജ്യമായിരിക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിയുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾക്ക് ചൈന ഒരു സാധ്യതയുള്ള വേദിയായി കണക്കാക്കാമെങ്കിലും ഇന്ത്യ ഒരിക്കലും അതിന് സമ്മതിക്കില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നിരാകരിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അമേരിക്ക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പാക് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതേസമയം സൈനിക നടപടികൾ നിർത്തലാക്കാനുള്ള തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിലാണ് എടുത്തതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാർലമെന്ററി കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്ക് സൗദി ഇടനില നിൽക്കണമെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി കണക്ക് കൂട്ടിയാണ്. കാരണം ഈ അവസരത്തിൽ അമേരിക്ക അല്ല ഇടപെടേണ്ടത്. സൗദി ഇടപെട്ടാൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് അങ്ങ് നടക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. കാരണം സൗദിക്ക് ഇപ്പോൾ ഇന്ത്യയുമായി മികച്ച ബന്ധമാണുള്ളത്. സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെല്ലാം തന്നെ ഊഷ്മളമായ രീതിയിൽ മുൻപോട്ട് പോകുകയാണ്. സൗദി പാകിസ്ഥാന് പട്ടിണി രാജ്യമായതുകൊണ്ട് പാകിസ്ഥാനിലെ ജനതയ്ക്ക് സഹായങ്ങൾ നൽകുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ സൗദിയാണ്. അപ്പോൾ സൗദി ഒന്ന് ഇടനില നിന്ന് മോദിയുമായി ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കി തരണമേ എന്ന് ഷഹബാസ് ഷെരീഫ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം അത് ഭീകരവാദമാണ്. അവരുടെ ഭീകരവാദ മുഖം എന്നില്ലാതാകുന്നു അന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.